നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രത്താളുകളിൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെയും സൈനിക തന്ത്രങ്ങളുടെയും കഥകൾ ധാരാളമുണ്ട്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആയുധങ്ങളെക്കാൾ പ്രകൃതിയുടെ ക്രൂരത ഭയപ്പെടുത്തിയ ഒരു ദുരന്തം 1945 ബർമ്മയിലെ രാംറി ദ്വീപിൽ അരങ്ങേറുകയുണ്ടായി. ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ഇതൊരു തർക്കവിഷയമാണെങ്കിൽ കൂടി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തപ്പെട്ട ഈ സംഭവം രാംറി ദ്വീപിലെ മുതലകളുടെ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. ജാപ്പനീസ് സൈനികരും ബ്രിട്ടീഷ് സേനയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ പ്രകൃതിദത്തമായ ഒരു കെണിയിലകപ്പെട്ട നൂറുകണക്കിന് സൈനികരുടെ ദാരുണമായ അന്ത്യമാണ് ഈ സംഭവം വിവരിക്കുന്നത് പോലും. 1945 ജനുവരിയിൽ സഖ്യകക്ഷികൾ ബർമ്മ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രാംറി ദ്വീപ് ആക്രമിച്ചു. തന്ത്രപ്രധാനമായ ഒരു എയർഫീൽഡ് നിർമ്മിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ലക്ഷ്യം. അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഏകദേശം 1000-ഓളം വരുന്ന ജാപ്പനീസ് സൈനികർ ഉൾപ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി. ഏകദേശം 16 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ചതുപ്പ് പ്രദേശം അത്യന്തം അപകടകരമായ കണ്ടൽക്കാടുകളാൽ നിറഞ്ഞതായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം ചതുപ്പിന് ചുറ്റും നിലയുറപ്പിച്ചതോടെ ജാപ്പനീസ് സൈനികർക്ക് മുന്നോട്ട് പോകാനോ പിന്നോട്ട് വരാനോ കഴിയാത്ത അവസ്ഥയായി. ഭക്ഷണത്തിൻ്റെ അഭാവവും ശുദ്ധജലമില്ലായ്മയും അവരെ തളർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവരെ കാത്തിരുന്ന യഥാർത്ഥ ദുരന്തം ചതുപ്പിലെ ചെളിവെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഭീമാകാരമായ ഉപ്പുവെള്ള മുതലകളുടെ ആവാസ കേന്ദ്രമായിരുന്നു രാംറിയിലെ ഈ കണ്ടൽക്കാടുകൾ. ഇരുട്ടിൻ്റെ മറവിൽ സൈനികർ ചതുപ്പിലൂടെ നീങ്ങാൻ ശ്രമിച്ചതോടെ മുതലകൾ ആഹാരത്തിനായി അവരെ ആക്രമിക്കാൻ തുടങ്ങി. ആ രാത്രി ചതുപ്പ് നിലങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ട നിലവിളികളും തോക്കുകളുടെ ശബ്ദവും ഇന്നും ആ യുദ്ധത്തിൻ്റെ ഭീകരതയായി അവശേഷിക്കുന്നു. പ്രശസ്ത പ്രകൃതിശാസ്ത്രജ്ഞനായ ബ്രൂസ് റൈറ്റ് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവരണം അനുസരിച്ച് 1000-ഓളം സൈനികർ ചതുപ്പിലേക്ക് പ്രവേശിച്ചതിൽ കേവലം 20-ഓളം പേർ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത്. ബാക്കിയുള്ളവർ ഒന്നുകിൽ രോഗം മൂലമോ അല്ലെങ്കിൽ മുതലകളുടെ ആക്രമണത്തിനിരയായോ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഈ സംഭവത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പിൽക്കാലത്ത് പല ചരിത്രകാരന്മാരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയധികം സൈനികർ ഒരേ സമയം മുതലകളുടെ ഇരയായി എന്നത് ശാസ്ത്രീയമായി അസാധ്യമാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എങ്കിലും ആ ചതുപ്പിൽ നടന്നത് വിവരണാതീതമായ ക്രൂരതയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വിശപ്പും പനിയും വിഷപ്പാമ്പുകളുടെ കടിയും ഏറ്റുവാങ്ങിയ സൈനികർക്ക് മുതലകൾ വലിയൊരു ഭീഷണിയായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധത്തിൻ്റെ ഭീകരതയ്ക്കൊപ്പം പ്രകൃതിയുടെ വന്യതയും ചേരുമ്പോൾ മനുഷ്യൻ എത്രത്തോളം നിസ്സഹനാകുന്നു എന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം ചരിത്രത്തിൽ നിലനിൽക്കുന്നു. രാംറി ദ്വീപിലെ ഈ ദുരന്തം ഇന്നും രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വിചിത്രവും ഭയാനകവുമായ അധ്യായങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.